ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. എനിക്ക് ശബ്ദമൊന്നും വരുന്നില്ല. ആക്ച്വലി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഇതിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഇങ്ങനെയാണെങ്കിൽ എടുക്കുമ്പോൾ ഈ കുലുക്കം കേൾക്കും. എന്റെ ബുദ്ധി വിമാനം തന്നെ. അത് ചായപ്പൊടിയല്ലേ, ഞാൻ അവിടെ കാണിക്കാൻ നേരത്തെ എടുത്തിട്ട് തുറക്കാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. ഓക്കെ, എൻ്റെ പീരീഡ്സ് ഞാൻ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. എനിക്ക് ശബ്ദമൊന്നും വരുന്നില്ല. ഇപ്പം സമയം ഏകദേശം ഒരു 9:30 കഴിഞ്ഞു. ഞാനിപ്പോൾ ചൈനയിലാണ് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്, ഇത് കാണുമോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ കിച്ചാവൻ ജോലിക്ക് പോയുള്ളൂ. ഞാൻ ജോലിക്ക് പോയ ശേഷം ടെസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്തെങ്കിലും നല്ലൊരു വിഷയം ഉണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യണം ഇത് ഡോക്യുമെൻ്റ്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം. ലൈക്ക് ഫ്യൂച്ചറിൽ ഇപ്പം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇതൊരു മെമ്മറി ആയിരിക്കും എന്ന് നമുക്കെടുത്ത് കാണുകയും ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളുടെ കാര്യമൊക്കെ ചിന്തിച്ചു തുടങ്ങാം എന്നുള്ളത്. സോ നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഭയങ്കര റെഗുലർ പീരീഡ്സ് ഉള്ള ഒരാളാണ്. എനിക്ക് ഇറഗുലർ പീരീഡ്സ് വരാറേ ഇല്ല, റിയറിസ്റ്റ് ആയിട്ടാണ്. എല്ലാ കാലത്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സൊക്കെ കാരണമൊക്കെ ചിലപ്പം മാറാം. പക്ഷെ ഇപ്പം എനിക്ക് യാതൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ല. ബട്ട് എൻ്റെ പീരീഡ്സ് 5-6 ഡേയ്സ് ലേറ്റാണ്. സോ ഞാൻ വിചാരിച്ചു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്നിട്ട് ഇതെവിടെ നിന്ന് വാങ്ങും എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. മീൻസ് ഇതെവിടെ പോയി കിട്ടും, എനിക്കിവിടെ സ്ഥലമൊന്നും അറിയില്ലല്ലോ. എനിക്കിവിടെ താഴ്ത്തിറങ്ങിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ദിവസം ഷോപ്പിൽ ചെന്നപ്പോഴേക്കും ഇത് ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ ലൈക്ക് എന്തോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ എന്നുള്ള രീതിയിൽ എനിക്ക് അപ്പോഴേ മനസ്സിൽ തോന്നി. പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് എല്ലാം പെടുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ. സോ എനിക്ക് നല്ലൊരു ഭയമുണ്ട്. ഞാനപ്പോൾ ഇത് കവറിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. കാരണം ഇതിൽ ഫുൾ നമ്മളിവിടെ ചൈനീസ് ആയതുകൊണ്ടിട്ട് ഫുൾ അവർ ചൈനീസിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഞാനത് ട്രാൻസ്ലേറ്റൊക്കെ ഇട്ട് നോക്കി. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് ക്യാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഡിപ്പ് ചെയ്യണം നമ്മുടെ സാമ്പിളിൽ. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ. സോ ഞാൻ അടുത്ത് നോക്കാൻ പോവാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അടുത്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ടൈമർ യാ.
പറയണ്ടെന്ന് അറിയില്ല. എനിക്ക് എങ്ങനെ ഇത് റിയാക്ട് ചെയ്യണം എന്നറിയില്ല. Yes, I'm pregnant. Okay, ഇനി വെച്ചാൽ വന്നിട്ട് കാണാം. 1 hour later. നേരത്തെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പ്രഗ്നൻസി ഹസ്ബൻഡ് അടുത്ത് റിവീൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു രസമായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കൊടുത്താൽ കിച്ചാമ്മ മനസ്സിലാക്കും. ഓൾറെഡി വി ആർ പ്ലാനിങ് ഫോർ എ ബേബി. സോ പെട്ടെന്ന് കിച്ചാമ്മനത് ചിലപ്പം നോട്ടീസ് ചെയ്യും. ആൻഡ് പുള്ളിക്കാരനെല്ലാം ഓർത്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ്. എല്ലാ കാര്യത്തിനും എന്നെക്കാളും എൻ്റെ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടാവും. സോ ഐ എം പ്ലാനിങ് സംതിങ് എൽസ്. ലൈക്ക് ഞാൻ ഒരു ഡബ്ബ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചിട്ട് ഈ പാത്രം ഒന്ന് തുറന്ന് തന്നെ എന്ന് പറയാം. ഇറ്റ്സ് നോർമൽ തിങ് ഇവിടെ. ലൈക്ക് എനിക്ക് ചില പാത്രങ്ങൾ ടൈറ്റ് ആകുമ്പോൾ അടച്ചാൽ തുറക്കാൻ പറ്റാറില്ല. എനിക്ക് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നോർമലി വീഡിയോയിലുള്ള സംസാരിക്കണ എനർജിയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് മൈ എക്സൈറ്റ്മെൻറ്റ് കണ്ട. സോ ഞാൻ അതാണ് എൻ്റെ മനസ്സിൽ കണ്ടു വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കിച്ചമ്മ സംശയം ഉണ്ടാക്കും. ഞാൻ ചൈനയിൽ വന്നിട്ട് രാവിലെ കുളിക്കൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ ഞാൻ കുളിക്കാറില്ല. സോ അപ്പോൾ അത് കിച്ചമ്മ സംശയം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഇത് നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ബോക്സാണ്. സോ ഈ ബോക്സ് കിച്ചാവൻ കാണുന്ന ബോക്സാണ്, സംശയം തോന്നില്ല. പിന്നെ നമുക്ക് ബെഡ്റൂമിൽ വെച്ചിട്ട് റിവീൽ ചെയ്യണ്ട, അത് സംശയം ഉണ്ടാക്കും. ലൈക്ക് ക്യാമറ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് പിടിക്കും. ഭയങ്കര ഒടുക്കത്തെ ബുദ്ധിയാണ്. ഓക്കെ, സോ നമുക്ക് അടുക്കളയിൽ വെച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ചാൻ വരുമ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കും. ലൈക്ക് ഒരു ആഫ്റ്റർനൂൺ വ്ളോഗ് ചെയ്യാണ് എന്ന് പറയും. സോ അതപ്പം പുള്ളി വിശ്വസനീയമായ ഒരു കാര്യമാണ്. സോ അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചമ്മനെ വിളിക്കും, ഇതൊന്ന് തുറന്നു തരാൻ പറയും. അപ്പോൾ നോർമലി നമ്മൾ വ്ളോഗ് ചെയ്യണോ അല്ല ക്യാമറ വെക്കുന്നു, സംസാരിക്കുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് നോർമൽ തിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഇങ്ങനെയാണെങ്കിൽ എടുക്കുമ്പോൾ ഈ കുലുക്കം കേൾക്കും. ഓക്കെ, ഇതിലുണ്ടായിരുന്നത് ചായയുടെ ഒരു സംഭവമാണ്. അതൊരു എന്താ പറയുക, ഒരു ബാറ് പോലത്തെ ഒരു സാധനമാണ്. സോ അതിന് കുലുക്കില്ല, വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ടോയ്ലറ്റ് പേപ്പർ കൊണ്ടിട്ട് ഇത് നിറയ്ക്കാം, എന്നിട്ട് അതിൻ്റെ ഇടയിൽ വെക്കാം. ടോപ്പിലായിട്ട് നമുക്കൊരു നോട്ടും എഴുതാം. നോട്ട് എന്താ എഴുതണേന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഇതൊന്ന് ആദ്യം നിറക്കട്ടെ. ആ കുടു കേൾക്കരുത്, നമുക്കിത് നിറക്കാം. ഇപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ വെമ്പി വരുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന്. എന്നെക്കാളും കിച്ചാമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. എൻ്റെ അമ്മ ഇടക്കിടക്ക് എൻ്റെ അടുത്ത് പറയും, കുഞ്ഞു വാവൊക്കെ ആവായിനി, ഇപ്പം ഇത്ര ആയില്ലേ, 1 വർഷമൊക്കെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. പഴയ ആൾക്കാരാണ്, അവർക്ക് അവരുടേതായ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതറിയുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും കിച്ചാമ്മൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളായിക്കോട്ടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവും. ബിക്കോസ് ഞാനൊരു കുട്ടി വിരോധിയായിരുന്നു. എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്നൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ധാരണ എന്ന് വെച്ചാൽ ഇല്ല കേട്ടോ, അതൊക്കെ നമ്മൾ പഠിച്ചു വരില്ലല്ലോ. പക്ഷെ എനിക്ക് കുട്ടികൾ അത്ര വലിയ താല്പര്യമുള്ള സംഭവം ആയിരുന്നില്ല. സോ ഇപ്പം എനിക്ക് താല്പര്യമുണ്ട്. എന്താണെന്ന് ചോദിക്കാത് ഉണ്ട്, അങ്ങനെ താല്പര്യം വരുന്നു. ഓക്കെ, സോ അപ്പം ഞാനിത് നിറച്ചിട്ടുണ്ട്, കുത്തി നിറച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഈശ്വരോ, നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. വെച്ചിട്ട് നിറച്ചാൽ മതിയായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാ തോന്നുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് ചുറ്റും നിറച്ചു കൊടുക്കാം. ഇതിന് കുലുങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വെക്കുമ്പം കുലുക്കവും ഉണ്ടാവില്ല, കിച്ചമ്മന് സംശയം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഉഫ്, എൻ്റെ ബുദ്ധി വിമാനം തന്നെ. ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്ത് പൊന്തിരിക്കണ പോലെ ഉണ്ടല്ലേ. ഇറ്റ്സ് ഓക്കെടാ. സോ നമുക്കൊരു നോട്ട് എഴുതാം. ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ എന്തായിരിക്കും എഴുതിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കിച്ചാമ്മ തുറക്കുമ്പോൾ നമുക്ക് കാണാം.
അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും ഞാൻ എന്തായിരിക്കും ഇത്. ഓക്കെ, നോട്ട് റെഡിയാണ്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇത് മൂടാം. ചെറുതായിട്ട് കാണുന്നുണ്ട്, കുഴപ്പമില്ല, ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, സെറ്റാണ്. സെറ്റാക്കി നമ്മളിത് വളരെ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉച്ചയാകുമ്പോൾ വരും ഊണ് കഴിക്കാനായിട്ട്. ഇപ്പം മണി 11 ഒരു മണി കഴിയുമ്പോൾ വരുമ്പോൾ എൻ്റെ കൈയും കാലും വിറക്കുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും വന്നിട്ട് കാണാം. എനിക്ക് കിച്ചാൻ വന്നിട്ട് ഇന്ന് കിച്ചാൻ പതിവിന് നേരത്തെ വന്നു കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ നേരത്തെ കൊണ്ട് വെച്ചേക്കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോറിന് മുട്ടയും കൂടി വറുക്കണമായിരുന്നു. അപ്പം മുട്ട വറുക്കാൻ പോകുമ്പോഴേക്കും അതൊന്ന് വിളിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ മുട്ട വറുക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടോ. പിന്നെ നമുക്ക് പയ്യെ വിളിക്കാം, എന്താകും എന്നത് എനിക്കറിയില്ല. ലച്ചി പിന്നെ ഹസ്ബൻഡ് തുറന്നായിരുന്നു. അത് ചായപ്പൊടിയല്ലേ, ഞാൻ അവിടെ കാണിക്കാൻ നേരത്തെ എടുത്തിട്ട് തുറക്കാൻ പറ്റില്ല. ചായപ്പൊടി കത്തിച്ച് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രത്യേക അഭിപ്രായം മനസ്സ് ഈ വരി കുറെ ചോദ്യങ്ങളുടെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നേരത്തെ കണ്ടതാണ്. എക്സ്പ്രഷൻ കണ്ടോ? എന്താല്ലേ ഇതൊക്കെ ഇരിക്കുന്ന നിസ്സാരെന്നൊക്കെ ചമ്മൽ. എന്റെ മുഖത്തൊന്നുമില്ലല്ലോ. ഈ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ വികാരം? പറയൂ. അത് നിങ്ങൾ വീഡിയോയിൽ കാണാം. പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ആദ്യം കണ്ടപ്പോ സ്പൂണാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ കണ്ടപ്പോ എന്താ സന്തോഷം, ആഹ്ലാദം. ഇപ്പൊ ഇപ്പോഴും ആഹ്ലാദം. സോ നമ്മൾ ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്ന ഒരു 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യില്ല, കാരണം എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ ഒരുപാട് ഡിഫിക്കൽട്ടി സ്റ്റേജാണിത്. സോ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓൺ സ്പോട്ടിലാണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ എല്ലാം ഒന്ന് ഹെൽത്തി ആണ് എന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെ എത്തിയാൽ മാത്രമേ നമുക്കൊരു കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫെർദർ വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് ഡിസപ്പോയിന്റഡ് ആവും. ഓൾറെഡി ഇവള് പ്രഗ്നന്റ് ആവാണ്ട് തന്നെ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവള് പ്രഗ്നന്റ് ആക്കി. ഏതോ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതെ എനിക്കറിയാം ഈ പെൺകുട്ടി എന്റെ വീടിന്റെ അടുത്താണ്, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനേ അറിഞ്ഞിട്ടില്ല. സോ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം. നമ്മളിനി ഫാമിലി എങ്ങനെ റിവീൽ ചെയ്യാം, ഫാമിലിയിലും ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ റിവീൽ ചെയ്യേണ്ടത് ഞാൻ ഇതൊരു ഒന്നും പ്ലാൻഡ് ആക്കിയിട്ടില്ല. അതായിരിക്കും ഇന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ആക്ച്വലി വീഡിയോ കോൾ ചെയ്ത് പറയണം. എനിക്ക് അത്രയും ദിവസം ഒന്നാമത് നമ്മളിനി പോകാനായിട്ടും ഏകദേശം ഒരു 20 ദിവസം ഞാൻ പോണ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, ഓഫീസിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്നത്തേക്ക് പോകും എന്നൊന്നും അറിയാൻ പാടില്ല. അതെ, നമ്മളിപ്പം 15-ാം തീയതി ഒരു 15 ദിവസം കൂടി മിനിമം എന്തായാലും 10-15 ദിവസം എന്തായാലും മിനിമം ഉണ്ടാവും നമ്മൾ പോകാൻ. സോ നമ്മളിപ്പോൾ ഇത്രയും ദിവസം പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സായി പോകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും മിസ്സായി പോവോ അങ്ങനെ അത് എനിക്കൊരു പേടിയുള്ള കാര്യമാണ്. മീൻസ് നമ്മൾ മൂത്തവരോട് അമ്മേനോടൊക്കെ പറഞ്ഞാലേ അവരെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുള്ളൂ.
അപ്പൊ അതെനിക്കൊരു ഇതുണ്ട്. പിന്നെ എനിക്ക് അവരുടെയൊക്കെ എക്സ്പ്രഷൻ ഇത് അറിയുമ്പോ എന്തൊക്കെ കഴിക്കണം കഴിക്കാൻ പാടില്ല ഈ കുട്ടിക്ക് അറിയാൻ പാടില്ല. അതെ, പിന്നെ ഞാൻ ഈ ഓടിച്ചാടി നടക്കുന്ന ആളാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി. എനിക്കും എന്നാണ് എന്റെ വിശ്വാസം. മേ ബി ഞങ്ങൾ രാത്രി പറയുമായിരിക്കും. അതെന്തായാലും വീഡിയോ എടുക്കൂട്ടോ. അച്ഛനും അമ്മേനെ പാരന്റ്സിനെ ഒക്കെ കാണിച്ചിട്ട് എനിക്ക് ആക്ച്വലി അവരുടെ ഫേസിൽ എന്താ അവരുടെ റിയാക്ഷന് നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ശരിക്കും അവരുടെ മുഖത്ത് എന്താന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒന്നാമത് ഇവിടെ നെറ്റ് അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് കോളൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ബ്ലറായി പോകും. അപ്പൊ അവരുടെ ഫേസ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ലെങ്കിലോ, അതൊക്കെയാണ് എന്റെ ഒരു കൺസേൺ കേട്ടോ. പിന്നെ എന്റെ ഫ്രണ്ട്സ് അവരോടൊക്കെ എനിക്ക് പറയണം, എനിക്കും കാണണം. അവളുടെ ഇതില് എനിക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവളെ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അവളുടെ കൺസേൺ. പിന്നെ നന്ദു കീർത്തു അവരുടെയൊക്കെ, നന്ദു ആണെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോഴേക്കും അവളുടെ കുട്ടീനെ പോലെ നോക്കണം എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അവരുടെയൊക്കെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊക്കെ. ഓഗസ്റ്റ് കല്യാണ മാസമാണ് ആക്ച്വലി. കല്യാണ മാസമാണ് നമ്മൾ കൺസീവ് ആയത്. വണ്ടി ഇപ്പൊ വണ്ടി ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ മന്തിലാണ്. Now we are not 2, we are 3. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയില് അവരുടെയൊക്കെ എക്സ്പ്രഷനുമായിട്ട് വരാം.